നിങ്ങൾ അറിഞ്ഞ ഈ ന്യൂസ് മലപ്പുറത്ത് നിലമ്പൂർ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഒരു സ്ത്രീ വയർവേനായിട്ട് വരാണ്. നല്ല വയർവേനായിട്ട് വരികയും ആ സ്ത്രീ പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുകയും ബാത്റൂമിൽ പോവുകയും പിന്നെ ആ സ്ത്രീയെ കാണാതാവും ചെയ്യാണ്. അപ്പോൾ ആ സ്വകാര്യ ആശുപത്രിയല്ലേ ആൾക്കാർ ശേഷം അങ്ങനെ അങ്ങോട്ട് പോയിണ്ടാവും വെച്ചിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ വിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടീൻ്റെ ആ ശുചിത്വ മുറിയിൽ നിന്ന് ഒരു കുട്ടീൻ്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരും ഹോസ്പിറ്റലിലല്ലേ ഉടനെ കുട്ടികൾ കരിയാ വിചാരിച്ചിട്ട് ആരും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പിറ്റേ ദിവസം ആ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്ന അവിടുത്തെ സ്റ്റാഫ് കാണുന്നത് എന്താ അറിയും, ആ ഒരു കുഞ്ഞു അവനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞു അവനെ ഒരു ദിവസം പോലും ആയിട്ടില്ല ഒരു ബക്കറ്റിൽ മുക്കി കൊന്നിക്കാം. എന്താലേ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താലേ ചെയ്യേണ്ടത്? വല്ലാത്തൊരവസ്ഥ തന്നെ. എത്ര ആൾക്കാർ കുട്ടികളില്ലാതെ എത്ര പ്രാർത്ഥനയായിട്ട് എത്ര കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് കൊടുത്തുകൂടെ ഇങ്ങനെ ചെയ്യണം. ഒരു 9 മാസം 10 മാസം എന്തായാലും ആ വയറ്റിൽ ആ കുട്ടി വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പോലും തീരുമാനമൊന്നും എടുക്കാതെ ഇങ്ങനെ ഒരു ആ കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ എന്ത് ക്രൂരമായ ഒരു സ്ത്രീയല്ലേ. സ്ത്രീയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, വല്ല മൃഗറ്റാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്തൊരു സങ്കടം തോന്നി ഇത് കണ്ടപ്പോൾ. എത്ര ആൾക്കാർ നമ്മളോട് പറയലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സൗദിയിലായതുകൊണ്ട് ഉംറക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ നമുക്കൊന്ന് കുട്ടികളുണ്ടാവാനേ ഒന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കുറേ ഫ്രണ്ട്സുകളൊക്കെ പറയും, നമ്മൾ കുട്ടികളുണ്ടാവും പ്രാർത്ഥിക്കണം, എത്ര കാലമായി കുറേ കാലമായി നമ്മളിങ്ങനെ കാത്തിക്കിടും. വല്ലാത്തൊരു സ്ത്രീ തന്നെയെന്ന് പറയും, വല്ലാത്തൊരു കാട്ടുപോത്ത് തന്നെയെന്ന് പറയാം. ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരു പെണ്ണെന്നൊന്നും പറഞ്ഞാൽ പറയാം, വല്ല മൃഗറ്റേക്കിത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ആ പെണ്ണ് എന്തായാലും ഇത് ചെയ്തതിന് ആ സ്ത്രീ എന്തായാലും അനുഭവിക്കാതെ ഈ ദുനിയാവിന്ന് ഒരിക്കലും പോകില്ലാന്ന് ഉറപ്പാണ്. ഇങ്ങനൊന്നും ആരോടും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വല്ലാത്തൊരു സങ്കടം തോന്നി, അതാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്.